സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്ക് മൂവാറ്റുപുഴയിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങളോ ടാക്സി, സ്വകാര്യ വാഹനങ്ങളോ നിരത്തിലിറങ്ങിയില്ല. തുറന്നു പ്രവർത്തിച്ച 2 ബാങ്കുകൾ മൂവാറ്റുപുഴയിൽ സമര അനുകൂലികൾ അടപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്ക് മൂവാറ്റുപുഴയിൽ തുടരുന്നു. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMS ഒഴികെയുള്ള 10 ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. മൂവാറ്റുപുഴയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. രാവിലെ മുതൽ സ്വകാര്യ വാഹനങ്ങളോ ഓട്ടോ ടാക്സി വാഹനങ്ങളോ നിരത്തിലിറങ്ങിയില്ല. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നതിൽ നിന്നും പിൻവലിഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളൊന്നും തുറന്നു പ്രവർത്തിച്ചില്ല. സംഘർഷ സാധ്യതയും മറ്റും കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹമാണ് നഗരത്തിൽ ഏർപ്പെടുത്തിയിരുന്നത്. അരമനപ്പടിയിൽ തുറന്നു പ്രവർത്തിച്ച 2 ബാങ്കുകൾ സമരാനുകൂലികൾ അടപ്പിച്ചതൊഴികെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പണിമുടക്ക് നേരത്തെ അറിയിച്ചതിനാൽ തന്നെ യാത്രക്കാരുടെ എണ്ണവും വളരെ കുറവായിരുന്നു. LDFും UDFും വെവ്വേറെ നഗരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഹൈസ കറി പൗഡർ ഉണ്ടെങ്കിൽ ഏത് പെണ്ണിനും നല്ല കൈപുണ്യമുള്ള വീട്ടമ്മയാകാം.